വാർത്തകൾ തുടരുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് സമാശ്വാസ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിന് മുൻപിൽ മത്സ്യത്തൊഴിലാളികൾ കുത്തിയിരിപ്പ് സമരം നടത്തി. സമ്പാദ്യ സമാശ്വാസ ആനുകൂല്യങ്ങളും തണൽ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുക, കടലാക്രമണത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുക, കടൽഭിത്തിയുടെ അറ്റകുറ്റപ്പണികൾ ഉടൻ നടത്തുക, അഴീക്കോട് അഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജില്ലാ മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തിയത്. KV അബ്ദുൽ ഖാദർ MLA ധർണ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് PK അറുമുഖൻ അധ്യക്ഷത വഹിച്ചു. ജൂൺ ജൂലൈ മാസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന സമാശ്വാസ തുക ഉടനെ വിതരണം ചെയ്യണമെന്ന് MLA ആവശ്യപ്പെട്ടു. ഓഫീസിന് മുന്നിൽ മത്സ്യത്തൊഴിലാളികളോടൊപ്പം MLA-യും കുത്തിയിരിപ്പ് സമരത്തിൽ പങ്കെടുത്തു. ഈ മാസം 18-നുള്ളിൽ സമാശ്വാസ സഹായം വിതരണം ചെയ്യുമെന്ന് ഫിഷറീസ് ഡയറക്ടറുടെ ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ചത്. ജില്ലാ മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PR കറപ്പൻ, സംസ്ഥാന കമ്മിറ്റി അംഗം MA വിജയൻ എന്നിവർ സംസാരിച്ചു. ചാവക്കാട്, നാട്ടിക, കയ്പമംഗലം, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലെ മത്സ്യത്തൊഴിലാളികളാണ് ധർണയിൽ പങ്കെടുത്തത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വലപ്പാട്, കയ്പമംഗലം യൂണിറ്റുകൾ കൺവെൻഷൻ നടത്തി. കയ്പമംഗലം വിജയഭാരതി സ്കൂളിൽ നടന്ന കൺവെൻഷൻ യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി EV ദശരഥൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുടുംബ പെൻഷൻകാരുടെ സേവനത്തിന് വേണ്ടി അല്ലെങ്കിൽ കുടുംബ പെൻഷൻകാരുടെ ക്ഷേമത്തിന് വേണ്ടി പെൻഷൻ സുഹൃത്തുക്കളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏക ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏഷ്യയിലെ ഒന്നാമത്തെ സംഘടനയും ലോകത്തിലെ രണ്ടാമത്തെ സംഘടനയുമായ KSSBU എന്ന സംഘടന പെൻഷൻകാരുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വളരെ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പെൻഷൻ സംഘടനയാണ്. അപ്പോൾ രാഷ്ട്രീയമായി വിഘടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ വിഘടിച്ചുകൊണ്ട് ഈ കേരളത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലും ഇത്തരത്തിലുള്ള പെൻഷൻ സംഘടനയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പെൻഷൻകാർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഓരോന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് KM രാജൻ മാസ്റ്റർ അധ്യക്ഷനായി. PA വേലായുധൻ മാസ്റ്റർ, KU സുബ്രഹ്മണ്യൻ, K ചന്ദ്രിക ടീച്ചർ എന്നിവർ സംസാരിച്ചു. യൂണിയൻ ജില്ലാ കമ്മിറ്റി മെമ്പർ EM കൃഷ്ണൻകുട്ടി നവാഗതർക്ക് അംഗത്വ വിതരണം നടത്തി. വലപ്പാട് KMLP സ്കൂളിൽ നടന്ന വലപ്പാട് യൂണിയൻ കൺവെൻഷൻ യൂണിയൻ തളിക്കുളം ബ്ലോക്ക് സെക്രട്ടറി KK ധർമ്മപാലൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് K ശങ്കുണ്ണി നായർ അധ്യക്ഷത വഹിച്ചു. മഴക്കാല രോഗങ്ങളും വയോജനങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടർ MB മഞ്ജു ഹാസൻ ക്ലാസ് എടുത്തു. KK ചന്ദ്രാഗതൻ, PS ദിവാകരൻ, CK ഹുസൈൻ, VV ചിദംബരൻ എന്നിവർ സംസാരിച്ചു. പെൻഷനേഴ്സ് യൂണിയന്റെ എല്ലാ യൂണിറ്റുകളും കൺവെൻഷൻ നടത്തണമെന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നാം ഇന്നിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഈ കൺവെൻഷൻ കൊണ്ട് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇപ്പോൾ ഇവിടെ നടന്നു കഴിഞ്ഞ ചടങ്ങ്, ഈ വർഷം സർവീസിൽ നിന്ന് വിരമിച്ച പെൻഷൻ സുഹൃത്തുക്കളെ നമ്മുടെ സംഘടനയിലേക്ക് സ്വാഗതം ചെയ്യുക. മറ്റൊന്ന്, സംഘടനാ പ്രവർത്തനങ്ങൾ ഈ വർഷം എങ്ങനെയൊക്കെ നടത്തണം, എന്തെല്ലാം പരിപാടികൾ നമ്മൾ 16-ാം വയസ്സിലെ വിവാഹം പീഡനമല്ലെന്നും അത് സ്ത്രീ സുരക്ഷയ്ക്കുള്ള ഉത്തമ മാർഗമാണെന്നും കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ പ്രസ്താവിച്ചു. സമസ്ത കേരള സുന്നി യുവജന സംഘവും വാടാനപ്പള്ളി ഉമർ ഖാസി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ നടത്തിയ സംഘടിത വിവാഹ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർധന കുടുംബങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഇത്തരം മാതൃകാപരമായ കാര്യങ്ങൾക്ക് സമൂഹം മുന്നോട്ട് വരണമെന്നും മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞു. പാവറട്ടി കറുപ്പം വീട്ടിൽ മുഹമ്മദ് അലിയുടെ മകൻ സക്കീറിന്റെയും വാടാനപ്പള്ളി കല്ലിപ്പറമ്പിൽ ജലാൽ മകൾ ജംഷീനയുടെയും വിവാഹമാണ് നടത്തിയത്. നിക്കാഹിന് AP മുഹമ്മദ് മുസ്ലിയാർ നേതൃത്വം നൽകി. RK സുബൈർ, അബ്ദുൾ അസീസ് മുസ്ലിയാർ, ഫലൽ തങ്ങൾ, അബ്ദുൾ റസാഖ് ബുസ്താനി, ബാദുഷാ തങ്ങൾ, PM ഷംസുദ്ദീൻ, ഇസ്ഹാഖ് സക്കാഫി, RK മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിയാണ് ബഹുമാനപ്പെട്ട AP ഉസ്താദ്. അത് അല്ലാഹു തആല ഒരുപാട് കാര്യങ്ങളിൽ ബഹുമാനപ്പെട്ട വലിയ AP ഉസ്താദുമായിട്ട് സാദൃശ്യം കൊടുത്ത ഒരു പണ്ഡിതൻ കൂടിയാണ്. ഇനീഷിലും അതുപോലെ തന്നെ രൂപത്തിലും ശബ്ദത്തിലും പാണ്ഡിത്യത്തിലുമൊക്കെ അല്ലാഹു തആല ആ രൂപസാദൃശ്യം കൊടുത്ത് അനുഗ്രഹിച്ച ഒരു പണ്ഡിതൻ കൂടിയാണ്. ഇവിടെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഉസ്താദ് ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, തൊട്ടടുത്ത് 2-3 ദിവസം വേളതിന് ഉസ്താദ് വന്നിട്ടുണ്ട്. ഒരു 20-25 വർഷം മുമ്പ് നമ്മുടെ കുട്ടമുഖത്ത് ആ ചെറിയ
എടമുട്ടം SNS സമാജം CBSE ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA നിർവഹിച്ചു. സംഘടനകളുടെ ശക്തരാകും വിദ്യ കൊണ്ട് സ്വതന്ത്രരാകും എന്നതാണ്. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ സ്വാഗത ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ വിജ്ഞാനം വർദ്ധിക്കുക എന്നുള്ളതാണ്. കേരളത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങൾ അധസ്ഥിതരായി നിലകൊള്ളാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും അവരുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ മാത്രമായിരുന്നു, അവരുടെ വൈജ്ഞാനിക തലത്തിൽ അവർക്കുണ്ടായിരുന്ന പിന്നോക്കാവസ്ഥ കൂടിയാണ്. അതുകൊണ്ടാണ് ശ്രീനാരായണ മനസ്സിലാക്കിക്കൊണ്ടാണ് സാമ്പത്തികമായ അവരുടെ കുറവുകൾ പരിഹരിക്കുക എന്നത് മാത്രമല്ല, ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ആ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗത്തെ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കുന്നതാണ്. അങ്ങനെ നടന്ന നിരവധി നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ്. ഗീതാ ഗോപി MLA അധ്യക്ഷയായിരുന്നു. ക്ഷേത്രം തന്ത്രി നാരായണൻകുട്ടി ശാന്തി ഭദ്രദീപം തെളിയിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, സ്കൂൾ മാനേജർ PR താരാനാഥൻ, പ്രിൻസിപ്പാൾ KV സാവിത്രി, EV വസന്തൻ എന്നിവർ സംസാരിച്ചു. എടതിരിഞ്ഞി HDP സമാജം ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും വിരമിച്ച അധ്യാപകരായ ശ്രീദേവി ടീച്ചർക്കും ഗിരിജ ടീച്ചർക്കും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. സിനിമാ താരങ്ങളായ സായ്കുമാറും ബിന്ദു പണിക്കരും ചേർന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെയുള്ളൊരു സ്കൂള് ഞാൻ ആദ്യമായി കാണുകയാണ്. ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ വിദ്യാഭ്യാസം നടത്തുക, വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ആ ക്ഷേത്രത്തിലിരിക്കുന്ന വിഗ്രഹത്തിൻ്റെ ശക്തിയോടുകൂടി തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രീദേവി ടീച്ചറും ഗിരിജ ടീച്ചറും അതുപോലുള്ള മറ്റ് അധ്യാപകരും ഇവിടെ ഉണ്ടാകുക, അത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. സത്യത്തിൽ ഇന്ന് ഈ ഗുരുദക്ഷിണയോടനുബന്ധിച്ച് ശ്രീദേവി ടീച്ചർക്കും ഗിരിജ ടീച്ചർക്കും യാത്രയയപ്പ് നൽകുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മനസ്സിലൊരല്പം വിഷമത്തോടു കൂടിയാണ്. കാരണം ഇനി വരുന്ന ഈ സ്കൂളിലേക്ക് ഇനി കടന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് ആ മഹത് വ്യക്തികളുടെ കീഴിൽ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തതിൽ ആ വിദ്യാർത്ഥികളോടൊപ്പം തന്നെ ഒരു വിദ്യാർത്ഥിയുടെ മനസ്സോടുകൂടി ഞാനും ഖേദിക്കുകയാണ്. തോമസ് ഉണ്ണിയാടൻ MLA അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ EP ജനാർദ്ദനൻ ഉപഹാര സമർപ്പണം നടത്തി. പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത പീതാംബരൻ, സ്കൂൾ മാനേജർ ഭരതൻ കണ്ടേകാട്ടിൽ, പ്രിൻസിപ്പാൾ സീമ, പ്രധാനാധ്യാപിക ഗിരിജാദേവി, ബിജി സജീഷ്, രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി വടക്കേ ജുമാ മസ്ജിദിൽ നടന്നുവരുന്ന ദിക്ർ സ്വലാത്ത് ഹൽക്കയുടെ വാർഷികം ഞായറാഴ്ച വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്ന് മഹല്ല ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർഷികത്തിന്റെ ഭാഗമായി രാവിലെ 9 മുതൽ നേർച്ച ഭക്ഷണം വിതരണം ചെയ്യും. ചുറ്റുമതിൽ കെട്ടി സംരക്ഷിച്ച പള്ളിക്കുളത്തിന്റെ ഉദ്ഘാടനം മഹല്ല് ഖത്തീബ് സയ്യിദ് ഫസൽ തങ്ങളും പള്ളി ഇമാം അഷ്റഫ് സഖാഫിയും ചേർന്ന് നിർവഹിക്കും. മഹല്ല് പ്രസിഡന്റ് ഷംസുദ്ദീൻ ആനാപാടത്ത്, ഇബ്രാഹിം പടുവിങ്ങൽ, CM മുഹമ്മദ് ബഷീർ, RK ജമാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത 17 അപകടങ്ങൾക്ക് കാരണമായ കുഴികൾ നികത്താത്ത അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് DYFI പ്രവർത്തകർ തൃപ്രയാറിൽ ദേശീയപാത ഉപരോധിച്ചു. ഇരിങ്ങാലക്കുട നടവരമ്പിൽ വീടിന്റെ ജനൽ കമ്പി അറുത്തുമാറ്റി മോഷണം. 7 പവൻ സ്വർണവും 3500 രൂപയും നഷ്ടപ്പെട്ടു. മത്സ്യത്തൊഴിലാളികൾക്ക് സമാശ്വാസ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിന് മുൻപിൽ മത്സ്യത്തൊഴിലാളികൾ കുത്തിയിരിപ്പ് സമരം നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.